തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ആത്മഹത്യ രാജ്യത്ത് വർദ്ധിക്കുന്നു. പശ്ചിമ ബംഗാളിലും ഇന്നലെ BLO ഓഫീസർ ആത്മഹത്യ ചെയ്തിരുന്നു. അബ്ദുൾ റഷീദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ബംഗാളിൽ ഇതുവരെ ഏതാണ്ട് 29 BLOമാരാണ് ഈ ഒരു സമ്മർദ്ദം താങ്ങാനാവാതെ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം പലയിടങ്ങളിൽ നിന്നും രാജ്യത്തിലുടനീളം ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് സിന്ധൂരി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന 12 സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം മൂലം BLOമാരുടെ ഒരു ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബംഗാളിൽ നിലവിൽ 29 BLO ഓഫീസർമാരാണ് ഇത്തരത്തിൽ ആത്മഹത്യയും അതോടൊപ്പം തന്നെ ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പുറത്തുവിട്ടുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലും സമാനമായിട്ടുള്ള ആത്മഹത്യകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതോടൊപ്പം തന്നെ അതാത് സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടിയും ഉയർന്ന സാഹചര്യമുണ്ട്. എന്തായാലും ബംഗാളിൽ ഇന്ന് സർവകക്ഷി യോഗം നടക്കുകയാണ്. ഈ സർവകക്ഷി യോഗത്തിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മമതാ ബാനർജി കത്ത് നൽകുകയും ഇതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ BLOമാരുടെ മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടികളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നോ അതാത് സംസ്ഥാന സർക്കാരുകളുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. രാജസ്ഥാൻ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും BLOമാരുടെ മാനസിക സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കണം എന്നതടക്കമുള്ള ആലോചനകളിലാണ് ഇപ്പോൾ ഈ BLOമാർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും BLOമാർ പണിമുടക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കണം എന്നതടക്കമുള്ള വലിയ ഭാരിച്ച ചുമതലകൾ BLOമാർക്ക് നൽകുകയും അത്തരത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ തന്നെ ഈ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ BLOമാർ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം അർദ്ധരാത്രിയിൽ പോലും ഫോമുകൾ പൂരിപ്പിക്കുകയും അതോടൊപ്പം ഈ ഫോമുകൾ കൈപ്പറ്റുന്നതിനാവശ്യമായിട്ടുള്ള യാത്രകളും അതോടൊപ്പം തന്നെ ഇത്തരം നടപടികൾ എടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. സ്ത്രീകൾ അടക്കമുള്ള BLOമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതായത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടില്ല. സിന്ധൂരി.